الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يرد ثواب الدنيا نؤته منها ومن يرد ثواب الآخرة نؤته منها وسنجزي الشاكرين وكأين من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين ഈ ആയത്തുകൾ സൂറ ആലിംറാനിലേതാണ്. 146 മുതൽ 149 വരെ, 170 മുതൽ 172 വരെ. ആദ്യത്തെ ഭാഗത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഒരാൾക്കും മരിക്കാനാവില്ല. ഒരു നിശ്ചിത വിധിയാണത്. ആർ ഈ ലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്നുവോ നാം അവന് അതിൽ നിന്നും നൽകുന്നതാണ്. ആര് പരലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്നുവോ അവന് അതിൽ നിന്നും നാം നൽകുന്നതാണ്. കൃതജ്ഞത കാണിക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. എത്രയെത്ര പ്രവാചകന്മാർ കഴിഞ്ഞുകടന്നു. അവരുടെ കൂടെ നിരവധി ദൈവഭക്തന്മാർ യുദ്ധം ചെയ്തിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ ബാധിച്ച ബുദ്ധിമുട്ട് നിമിത്തം അവർക്ക് ധൈര്യക്ഷയമുണ്ടായില്ല. അവർ ബലഹീനരായതുമില്ല. അവർ ശത്രുക്കൾക്ക് കീഴടങ്ങിയതുമില്ല.
സ്ഥിരചിത്തരായി നിലകൊള്ളുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അവരുടെ വാക്ക് മറ്റൊന്നുമായിരുന്നില്ല, അവർ ഇങ്ങനെ പറഞ്ഞതല്ലാതെ, അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളുടെ കാര്യങ്ങളിലുള്ള അമിതത്വത്തെയും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. അവിശ്വാസികളായ ജനങ്ങൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അപ്പോൾ അള്ളാഹു അവർക്ക് ഐഹികമായ പ്രതിഫലവും പരലോകത്തെ ഏറ്റവും ഉത്തമമായ പ്രതിഫലവും നൽകുകയുണ്ടായി. അള്ളാഹു സുഹൃതന്മാരെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് തർജ്ജമ ഇപ്രകാരമാണ്: അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചവരാണെന്ന് നീ ഒരിക്കലും ധരിക്കരുത്. അല്ല, അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് ആത്മീയ ആഹാരം നൽകപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർക്ക് നൽകിയതിൽ അവർ സന്തുഷ്ടരാണ്. അവരുടെ പിന്നിൽ നിന്ന് തങ്ങളോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്തവരെക്കുറിച്ചും അവർ സന്തോഷിക്കുന്നു. കാരണം അവർക്ക് യാതൊരു ഭയവും ഉണ്ടായിരിക്കുകയില്ല, അവർ വിഷമിക്കുകയുമില്ല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും ഔദാര്യവും നിമിത്തം അവർ സന്തോഷിക്കുന്നു. സത്യവിശ്വാസികളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കുകയില്ല എന്നതിലും അവർ സന്തോഷിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന് തങ്ങളുടെ പ്രതിജ്ഞയുടെ ആത്മാവിനെ മനസ്സിലാക്കുന്നവരെ നൽകിയിരിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫളലാണ്. അവർ ത്യാഗത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കുന്നു. അവർ അറിയുന്നു എന്നത് മാത്രമല്ല, അതിന്റെ മാതൃകകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇക്കാലത്ത് മറ്റെവിടെയും അങ്ങനെയുള്ള ഉദാഹരണം ലഭിക്കില്ല. ധനത്യാഗത്തിന്റെ പ്രശ്നമാണെങ്കിൽ ധനത്യാഗത്തിൽ മുൻനിരയിലുള്ളവർ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലുള്ളവർ അതിന്റെ മുൻനിരയിൽ വന്നു നിൽക്കുന്നതായി കാണാം. സമയത്തിന്റെ ത്യാഗമാണെങ്കിൽ ഇന്ന് അഹമ്മദിയ ജമാഅത്തിൽ ദീനിനു വേണ്ടി സമയം ത്യാഗം ചെയ്യുന്നതിനുള്ള ഉദാത്ത മാതൃകകൾ കാണുന്നതാണ്. അന്തസ്സിന്റെ ത്യാഗം ചെയ്യേണ്ടി വരുമ്പോൾ അഹമ്മദിയ ജമാഅത്തിൽ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. ജീവിതം ഇസ്ലാമിക പ്രചരണത്തിനായി വഖഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ആത്മാർത്ഥരുടെ ഒരു സംഘം ഇതിനായി തങ്ങളെ സമർപ്പിക്കുന്നു. ജീവന്റെ യഥാർത്ഥ ത്യാഗം കാണണമെന്നുണ്ടെങ്കിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രം ഈ യഥാർത്ഥ ത്യാഗത്തിന്റെ സാക്ഷ്യമുദ്രകളായി തീർന്നിരിക്കുന്നു. ചുരുക്കത്തിൽ ഏതുതരം ത്യാഗമാണെങ്കിലും അള്ളാഹു പറഞ്ഞ രീതിയിൽ അള്ളാഹുവിനായി ചെയ്യപ്പെടുന്നതിന്റെ മാതൃക ഇന്ന് അഹമ്മദിയ ജമാഅത്ത് സമർപ്പിക്കാനായാണ് അള്ളാഹു ഈ ജമാഅത്തിനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഒരു ജമാഅത്തിന് നൽകുകയുണ്ടായി. അതിൽ അധികം പേരും സമ്പത്തും ജീവനും സമയവും അന്തസ്സും ത്യാഗം ചെയ്യുന്നതിന്റെ ആത്മാവിനെ മനസ്സിലാക്കിയവരാണ്. അതിന് അവർ എപ്പോഴും തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചിലർ അറിവിന്റെ കുറവ് കാരണം ഒരു വിശ്വാസിയുടെ അന്തസ്സിന് ചേരാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്തു പോകുന്നു. മാനുഷികമായ ബലഹീനത കാരണവും അങ്ങനെയുള്ള അവസ്ഥ കാരണവും അവർ ചില വിഷമങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ശിക്ഷണം കുറഞ്ഞവരും വിശ്വാസത്തിൽ ബലഹീനതയുള്ളവരും അവരുടെ വാക്കുകളിൽ വീണുപോകുന്നു. ചിലർ ഇത് സംബന്ധമായി എനിക്ക് എഴുതുകയും ചെയ്യുന്നു. കഷ്ടപ്പാടിന്റെയും പരീക്ഷണങ്ങളുടെയും കാലം വളരെ ദീർഘിച്ചു പോയിരിക്കുകയാണ്. പ്രയാസങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാലം ദീർഘിച്ചു പോയെന്നും അതിനാൽ അള്ളാഹു വേഗം എളുപ്പമുള്ള കാലം വരുത്തട്ടെ എന്നു മാത്രം ഇവർ എഴുതുകയായിരുന്നുവെങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം പരീക്ഷണങ്ങളും കഠിനതകളും പാരമ്യതയിലെത്തുമ്പോൾ റസൂലും വിശ്വാസി സംഘവും മതാ നസ്റുള്ള എന്ന ശബ്ദം ഉയർത്തുന്നതാണ്. എപ്പോഴാണ് സഹായം വരിക എന്നുള്ളത് അവർ ദുആ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഭൗതിക സഹായങ്ങളും
മാർഗങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് അതിലേക്ക് താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അഭിപ്രായമാണെങ്കിൽ അത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. ഒരാൾ എനിക്കെഴുതി, പാകിസ്ഥാനിൽ ജമാഅത്തിന് മേൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമം നാം ലോകത്തോട് പറയേണ്ടതാണ്. MTA-യുടെ വലിയൊരു സമയം ഇതിനായി ചെലവഴിക്കണം. ലോകത്ത് ജമാഅത്തിനെതിരിൽ ചെയ്യുന്ന അക്രമങ്ങളെ അതിൽ കാണിക്കണം. അതേപോലെ മറ്റു മാർഗങ്ങളും നാം അവലംബിക്കേണ്ടതാണ്. അക്രമത്തിനെതിരിൽ ലോകത്ത് പ്രതിഷേധ വിരമ്പണം. കത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ലോകർ പ്രതിഷേധിക്കുന്നത് പോലെ ഒച്ചയും ബഹളവും വെച്ചുകൊണ്ട് ലോകസമക്ഷം നമ്മുടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പോഴെങ്കിലും നമുക്കെതിരെയുള്ള ഭരണകൂടങ്ങൾ നമ്മുടെ അവകാശങ്ങൾ നൽകാനുള്ള ശ്രദ്ധ അവർക്കുണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഈ പരീക്ഷണത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും കാലം അവസാനിക്കുന്നതാണ്. പറയുന്നു, എന്റെ ഷിയാ സുഹൃത്ത് പറയുന്നത്, അഹമ്മദിയ ജമാഅത്തിനെതിരിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമപ്രവർത്തനങ്ങൾ ഞങ്ങളോടായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഞങ്ങൾ ഈ രീതിയിൽ പ്രതിഷേധ റാലി നടത്തിയേനെ, ഈ രീതിയിൽ പ്രതികരിച്ചേനെ. ഞങ്ങൾക്കെതിരിൽ അല്പമെങ്കിലും ഉണ്ടായാൽ തന്നെയും ഞങ്ങൾ ലോകത്ത് കോളിളക്കം സൃഷ്ടിക്കുന്നു. അഹമ്മദികൾ ശരിയായ രീതിയിൽ പ്രതികരിക്കാത്തതാണ് കാരണം. അതുകൊണ്ടാണ് പരീക്ഷണങ്ങളുടെ കാലഘട്ടം ദീർഘിച്ചു പോകുന്നത്. ഇത് സംബന്ധമായി ഒന്നാമതായി ഓർക്കേണ്ടത് ഇതാണ്: നമ്മുടെ വാദം ദൈവിക പ്രസ്ഥാനമാണെന്നാണ്. ദൈവിക പ്രസ്ഥാനങ്ങൾ ഭൗതിക ഭരണകൂടങ്ങളെയും ഭൗതിക പ്രതിഷേധത്തിലും ആശ്രയിക്കാറില്ല. ദൈവിക പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഭൗതിക ഭരണകൂടങ്ങളുടെ സഹായമൊന്നും ഉണ്ടാകാറുമില്ല. ഭൗതികരുടെ സഹായങ്ങൾ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. അവരുടെ താൽപര്യങ്ങൾ അതിൽ പിന്നിലുണ്ടാകും. അവരുടെ മുമ്പാകെ മുട്ടുകുത്തിപ്പിക്കാതെ അവർ സഹായിക്കുകയില്ല. ഈ കാര്യങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. മത്താ നസ്റുള്ള എന്ന ശബ്ദം വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. പരീക്ഷണഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഓരോ അവസരത്തിലും അവർ അള്ളാഹുവിന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് അവന്റെ ഫള് കരസ്ഥമാക്കുന്നു. അവന്റെ ഫളിനെ അവർ തേടുന്നു. അത് മുഖേന പുരോഗതിയുടെ പുതിയ മാർഗങ്ങൾ നമ്മുടെ മുമ്പാകെ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന ജമാഅത്തംഗങ്ങൾ 204 രാജ്യങ്ങളിൽ താമസിക്കുന്ന അഹമ്മദികൾ ഈ പരീക്ഷണ കാലഘട്ടം ജമാഅത്തിന്റെ പുരോഗതിക്കുള്ള പുതിയ മാർഗങ്ങൾ തുറക്കുകയാണെന്നതിന് സാക്ഷികളാണ്. പുതിയ പുതിയ വഴികൾ നിർണയിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒരു രാജ്യത്ത് പരീക്ഷണങ്ങളുടെ കാലം വളരെ ദീർഘിച്ചുപോയി എന്നതിൽ അസ്വസ്ഥരാകരുത്. അള്ളാഹുവിന്റെ ഫളിന്റെ വ്യാപ്തി ഏതുവരെ വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് നോക്കേണ്ടത്. ഭൗതിക വസ്തുക്കളെ ഉപയോഗിക്കേണ്ടതും തന്നെയാണ്. ഭൗതിക മാർഗങ്ങളും നാം അവലംബിക്കണം. അതും കൽപ്പിക്കപ്പെട്ടതാണ്. ബാഹ്യമായ സഹായങ്ങൾ
കരസ്ഥമാക്കുകയും വേണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പരിധിയിൽ നിന്നുകൊണ്ട് ഈ ഭൗതിക കാര്യങ്ങൾ നാം നേടിയെടുക്കേണ്ടതാണ്. അത് നാം ചെയ്യുന്നുമുണ്ട്. ലോകത്തോട് നമുക്കെതിരിലുള്ള അക്രമത്തെക്കുറിച്ചും മർദ്ദനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ലോകരോട് നാം പറയുന്നത്, ഇന്ന് ലോകം ഒന്നായി ചേർന്നുകൊണ്ട് ഈ ആക്രമണത്തെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ഈ അക്രമം വ്യാപിച്ചുകൊണ്ടിരിക്കും. ജമാഅത്തിന്റെ മാത്രം പ്രശ്നമല്ല, മാനവരാശി സുരക്ഷിതരായിരിക്കുകയില്ല. ഇത് ലോകം കാണുന്നുണ്ട്, ഇതെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇതെല്ലാം നാം പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഭരണകൂടത്തെയല്ല നാം ആശ്രയിക്കുന്നത്, ഏതെങ്കിലും മനുഷ്യാവകാശ സംഘടനയുമല്ല നാം ആശ്രയിക്കുന്നത്. നാം പൂർണ്ണമായും ആശ്രയിക്കുന്നത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെയാണ്. കഴിഞ്ഞ 2-3 ഖുത്ബകളിൽ ഈ ഒരു വിഷയമാണ് ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളുടെയും പരിണിത ഫലം ലഭിക്കാൻ നമ്മുടെ ദൃഷ്ടി അള്ളാഹുവിലേക്കായിരിക്കേണ്ടതാണ്. ഒരു വിശ്വാസിയുടെ അന്തസ് ഇതിലാണുള്ളത്. ഭൗതികർ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. പലതും ആക്രമിച്ച് തച്ചു തകർക്കുന്നുണ്ട്. അക്രമത്തിന് പകരം അതേ നാണയത്തിന് തിരിച്ചടിച്ച് പകരം വീട്ടുന്നു. ഇത് അവർ ചെയ്യുന്നതിന് കാരണം ദൈവവാഗ്ദാനങ്ങൾ, അവസാന വിജയം നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള വാഗ്ദാനം അവരോടൊപ്പം ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ കൂടെ ദൈവത്തിന്റെ വാഗ്ദാനമുണ്ട്. നിങ്ങളോട് ചെയ്യപ്പെടുന്ന ഈ അക്രമങ്ങൾ എല്ലാം ഉണ്ടാകും. അത് ഗവൺമെന്റ് തലത്തിലായാലും ഗവൺമെന്റിന്റെ ആശീർവാദത്തോടുകൂടി ഗവൺമെന്റിന്റെ ആളുകളും അടുപ്പക്കാരും മുഖേന ആയാലും ഇതിന് പകരമായി അള്ളാഹുവിന്റെ പ്രത്യേക സഹായത്താൽ വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന വാഗ്ദാനം നിങ്ങളോടൊപ്പമുണ്ട്. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളും നിങ്ങൾ അതിന്റെ അവകാശികളായി തീരുന്നതാണ്. പരലോകത്തിലെ അനുഗ്രഹത്തിനും അവകാശികളായി നിങ്ങൾ മാറുന്നതാണ്. നിങ്ങൾ സ്ഥാപിച്ചു കാണിക്കുന്ന ത്യാഗത്തിന്റെ ഈ മാതൃകകൾ ഒരിക്കലും പാഴായി പോകുന്നതല്ല. അവസാന വിജയം നിങ്ങളുടെ തന്നെയാണ്. ഈ വിജയം കരസ്ഥമാക്കാനുള്ള എളുപ്പമുള്ള കുറിപ്പടി പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനയിൽ എത്ര കണ്ട് നാം മുഴുകുന്നുവോ അതനുസരിച്ച് ഈ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നതാണ്. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവത്തിൽ തങ്ങളെ ലയിപ്പിക്കുന്നതനുസരിച്ച് അള്ളാഹു അത്ഭുത പ്രതിഭാസങ്ങൾ പ്രകടമാക്കുന്നതാണ്. നമ്മുടെ ചിന്തയും ഭൗതികതയുടെ ചിന്തയും തമ്മിൽ വലിയ അന്തരമുണ്ട്. നാം കാലഘട്ടത്തിലെ ഇമാമിനെ ബൈഅത്ത് ചെയ്തവരാണ്. അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ വാഗ്ദാനമുള്ളതാണ്. വിജയത്തിന്റെ പുതിയ കവാടങ്ങൾ തുറക്കുമെന്ന വാഗ്ദാനമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ കാഴ്ച നാം കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരോട് ഈ രീതിയിലുള്ള വാഗ്ദാനമൊന്നുമില്ല. ഷിയാക്കളുടെ ഉദാഹരണം പറയുകയുണ്ടായി, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉദാഹരണം പറയുകയുണ്ടായി. ഭൗതിക പ്രക്ഷോഭങ്ങൾ നടത്തി അവർ അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തതായി എനിക്ക് കാണാൻ കഴിയുന്നില്ല. തല്ലിത്തകർക്കലും ഖരാബ ചെയ്യലും കത്തിക്കലും എല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇത് കാരണം ഫസാദ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അക്രമത്തിന്റെ ഫലം അക്രമം തന്നെയായിരിക്കും. എന്നാൽ നമുക്ക് അത് ചെയ്യാനും പാടില്ല. ഇവിടെ ഞാൻ ഭൗതികരായവരുടെ നിലപാടിനെക്കുറിച്ച് ഒരു ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞതുപോലെ ഭൗതികരായവർ വല്ല സഹായവും നൽകുന്നുണ്ടെങ്കിൽ തന്നെ അവരുടേതായ താൽപര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് സഹായിക്കുക. അവരുടേതായ ലക്ഷ്യങ്ങൾ അതിന് പിന്നിലുണ്ടാകും.
കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു പത്രം ഒരു വിഷയം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഈ നാടിനോട് കൂറു പുലർത്താത്തവരാണ്, അതുകൊണ്ട് പാശ്ചാത്യ നാടുകളിൽ നിന്നും മുസ്ലിങ്ങളെ പുറത്ത് കടത്തണം എന്നാണ് അതിൽ എഴുതിയത്. അത് കണ്ടപ്പോൾ നമ്മുടെ പ്രസ് വിഭാഗം അവരോട് പറഞ്ഞു, ഈ വാർത്ത തെറ്റാണ്. ഇസ്ലാം രാജ്യത്തിന്റെ നിയമം പാലിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ്, നാടിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അപ്പോൾ പത്രക്കാർ പറഞ്ഞത്, മറ്റു മുസ്ലിങ്ങളുടെ നിലപാട് ഇതല്ല, നിങ്ങൾ മറ്റു മുസ്ലിങ്ങളെ ഉപദേശിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ നൽകുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പ്രസ്താവനകൾ നൽകാം. അവർ നൽകിയ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതേപോലെ നമ്മൾ എഴുതി കൊടുത്തപ്പോൾ അതിന്റെ എഡിറ്ററും അവരുടെ ബോർഡും ഇത് പ്രസിദ്ധീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവർ പറഞ്ഞ ഒഴികഴിവ് മറ്റു ലേഖനങ്ങൾ നിർബന്ധമായി നൽകാനുള്ളതിനാൽ ഇപ്പോൾ സ്ഥലമില്ല എന്നാണ്. പിന്നീട് വല്ലപ്പോഴും നൽകാൻ പറ്റുമോ എന്ന് നോക്കാം. അവർ മെല്ലെ തടിയൂരുകയാണ് ചെയ്തത്. അവർക്ക് യഥാർത്ഥത്തിൽ ഇത് നൽകാനുള്ള ചങ്കുറപ്പില്ലായിരുന്നു. അഹ്മദികളുടെ എതിരാളികളായ മറ്റു മുസ്ലിങ്ങളെ ഉറപ്പിക്കാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. നീതി നടപ്പിൽ വരുത്താൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല. ചില ഭയം ഇവരുടെ ഉള്ളിലുണ്ട്. ചില മുസ്ലിം കക്ഷികളുടെ ക്രൂരമായ പെരുമാറ്റം കാണുമ്പോൾ അവരുടെ ഭയം ഒന്നുകൂടി വർദ്ധിക്കുന്നു. ഞാൻ പൊതുവിൽ എല്ലാ മീഡിയകളോടും പ്രസ്സുകാരോടും പറയാനുള്ളത്, സമാധാനം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നീതി നടപ്പിൽ വരുത്തുക. ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കരുത്. ഇതിന്റെ കുറവാണ് നമ്മളിലുള്ളതെന്ന് പലരും ഞാനിത് പറയുമ്പോൾ അംഗീകരിക്കുകയും ചെയ്യും. ചിലർ പറയാറുള്ളത്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില അജണ്ടകളുണ്ട്, അത് ഞങ്ങൾ തുറന്നു പറയാറില്ല, അത് നേടിയെടുക്കുന്നതിനായാണ് പ്രവർത്തിക്കുക. എന്നാൽ ലോകസമക്ഷം ഞങ്ങൾ നീതിയെക്കുറിച്ചാണ് പറയാറ്. എന്നാൽ ഞങ്ങളുടെ താൽപര്യ സംരക്ഷണമാണ് ഞങ്ങളുടെ പ്രധാന പ്രവൃത്തി. ചുരുക്കത്തിൽ ഇതാണ് ഇവരുടെ അവസ്ഥ. അവരിലേക്ക് പ്രതീക്ഷ വെക്കാനാണ് നമ്മോട് പറയപ്പെടുന്നത്. ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നവരെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഈ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാനുള്ള ശക്തിയും ഇവരിലില്ല. ദേശസ്നേഹം പ്രകടമാക്കുന്ന കാര്യങ്ങൾ പോലും പ്രസിദ്ധീകരിക്കാൻ പത്രങ്ങൾ തയ്യാറാകുന്നേയില്ല. അത് പ്രസിദ്ധീകരിച്ചതുകൊണ്ട് ഇവരുടെ താൽപര്യങ്ങൾ ഹനിക്കപ്പെടുകയൊന്നുമില്ല. ഇതാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകാത്ത, ഒരു പ്രശ്നമുണ്ടാകാത്ത കാര്യം കൂടിയാണ്. അതിനാൽ ഇവരിലേക്ക് പ്രതീക്ഷ വെക്കണം എന്ന് മഷ്വറ തരുന്നവർ ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ടതാണ്. നമുക്ക് അവരെ എങ്ങനെ ആശ്രയിക്കാൻ കഴിയും? എന്നാൽ ഓരോ അഹ്മദിയും അള്ളാഹുവിൽ ആശ്രയം കണ്ടെത്തുന്ന വിഷയം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അഹ്മദികളെ പ്രയാസപ്പെടുത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ദുആ മുഖേന പ്രയാസങ്ങൾ കാറ്റിൽ പറത്തപ്പെടുന്നതായിരിക്കും. അതിന്റെ നിബന്ധന എന്നത് ദുആ അതർഹിക്കും വിധം ചെയ്യണമെന്നാണ്. നാം ഓർക്കേണ്ട ഒരു കാര്യം, അന്യർ മുഖേന പാകിസ്ഥാനിലും മറ്റു സ്ഥലങ്ങളിലും ജമാഅത്തിനെതിരിൽ ക്രൂരത നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നായിരിക്കാം, അത് നിയമത്തിന്റെ മറപിടിച്ച് ചെയ്യുന്നതായിരിക്കാം. ഇതൊന്നും ഇന്ന് തുടങ്ങിയതോ 2-3 ദശാബ്ദങ്ങൾ മുമ്പോ തുടങ്ങിയതോ അല്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ബാഗ്ദത്ത മസീഹാണെന്ന് വാദിച്ച നാൾ മുതൽ, ഒരു ജമാഅത്ത് രൂപീകരിച്ചത് മുതൽ തുടങ്ങിയതാണിത്. അദ്ദേഹത്തിനും ജമാഅത്തിനും ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ തുടക്കത്തിൽ തന്നെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു ഘട്ടം വന്നപ്പോൾ സ്വന്തം ദേശമായ കാദിയാൻ ഉപേക്ഷിച്ചു പോകേണ്ട ഒരവസ്ഥ വരെ വരികയുണ്ടായി.
ആ പ്രദേശത്തിന്റെ ഉടമസ്ഥർ കാലങ്ങളോളമായി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബങ്ങളായിരുന്നു. അവിടെ പോലും സുരക്ഷിതനായി ഇരുന്നില്ല. ഇതിനേക്കാളും മുകളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം മുഴുനീളെ ശത്രുക്കളുടെ ആക്രമണങ്ങൾ സഹിച്ചുകൊണ്ടാണ് കഴിച്ചുകൂട്ടിയതെന്ന് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ലക്ഷക്കണക്കിന് രൂപയുടെ ഉടമസ്ഥയായിരുന്നു. അവർക്ക് എത്രയോ അടിമകളുണ്ടായിരുന്നു. അവർ മക്കയിലെ സമ്പന്നരായ മഹിളകളിൽ എണ്ണപ്പെട്ടിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എന്തെല്ലാം കഷ്ടതകളിലൂടെയാണ് അവർക്ക് കടന്നു പോകേണ്ടതായി വന്നത്. വാർദ്ധക്യത്തിൽ സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടതായി വന്നു. മാത്രമല്ല, ഒരു ദീർഘകാലം വരെ ദരിദ്രമായ അവസ്ഥയിൽ ഒരു താഴ്വരയിൽ താമസിക്കേണ്ടതായി വന്നു. അവിടെ ഭക്ഷണത്തിനും വെള്ളത്തിനും താമസത്തിനും എല്ലാം പ്രയാസമായിരുന്നു. ഇങ്ങനെയുള്ള കാഠിന്യത്തിന്റെ നാളുകൾ അവരുടെ മരണത്തിന് കാരണമായി മാറി. ഇതെല്ലാം ഇസ്ലാമിന് വേണ്ടിയാണ്, ഒരു പൊരുദ്ദേശത്തിന് വേണ്ടിയാണ് അവര് സഹിച്ചത്. ഈ ത്യാഗത്തിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ടെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇതെല്ലാം ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വയം എന്തുമാത്രം പ്രയാസങ്ങൾ സഹിക്കേണ്ടതായി വന്നു. 13 വർഷം തുടർച്ചയായി മക്കയിൽ തന്നെ മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടതായി വന്നു. അമ്പുകളും വടികളും കല്ലുകളും മുഖേന അദ്ദേഹം ആക്രമിക്കപ്പെടുകയുണ്ടായി. തിരുനബിയെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം സധൈര്യം നേരിട്ടു എന്ന് മാത്രമല്ല, തന്റെ പ്രിയരുടെയും കുടുംബങ്ങളുടെയും സഹാബത്തിന്റെയും ജീവൻ ബലി കഴിക്കപ്പെടുന്നതെല്ലാം സഹിച്ചു നിൽക്കുകയുണ്ടായി. ഈ മർദ്ദനങ്ങൾക്ക് ശേഷം അവർക്കായി ശാപപ്രാർത്ഥന നടത്താൻ അപേക്ഷിച്ചപ്പോൾ അവർക്കായി നേർമാർഗം ലഭിക്കാനായാണ് പ്രാർത്ഥിച്ചത്. അദ്ദേഹത്തെ കല്ലെറിഞ്ഞുകൊണ്ട് രക്തപങ്കിലമാക്കിയപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ദിനമായി അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടും ആ സമയത്ത് അവരെ നശിപ്പിക്കാനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇംഗിതം അള്ളാഹു ആരാഞ്ഞപ്പോൾ തിരുനബി പറഞ്ഞത് അവരുടെ മുകളിൽ പർവ്വതങ്ങളെ വീഴ്ത്തരുത് എന്നാണ്. ഒരുപക്ഷെ സത്യം സ്വീകരിക്കാൻ ഇവരിൽ നിന്നും ചിലർ ഉണ്ടായേക്കാം. അങ്ങനെയുള്ളവർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ സത്യം സ്വീകരിച്ച് ഇരുലോകവും ശരിയാക്കുന്നവരിൽ ഉൾപ്പെട്ടേക്കാം. ഹിജ്റത്തിന് ശേഷം യുദ്ധങ്ങളുടെ കാലം തുടങ്ങി. ശത്രുക്കൾ തുടരെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ മർദ്ദനങ്ങളുടെ ഒരു നീണ്ട കഥയാണ് പറയാനുള്ളത്. അവിടെ ക്ഷമയുടെയും സഹനത്തിന്റെയും കാരുണ്യത്തിന്റെയും അതുല്യമായ സംഭവങ്ങൾ രചിക്കപ്പെടുകയുണ്ടായി. ഇതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കേണ്ട തന്നെയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യത്തിലും ഒരു മാതൃക ഈ ലോകത്ത് സ്ഥാപിക്കേണ്ടതായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും ത്യാഗത്തിന്റെ മാതൃക സമർപ്പിക്കുകയുണ്ടായി. കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിലും അള്ളാഹുവിന്റെ അധ്യാപനങ്ങളിലും അവർ ദൃഷ്ടി പതിപ്പിച്ചിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിബിംബമായാണ് വരേണ്ടത്. അങ്ങനെയാണ് വന്നതും. അതിനാൽ അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നവരോട് പറഞ്ഞത്, എന്നോടൊപ്പം എന്റെ ജമാഅത്തിനോടൊപ്പം ഈ മർദ്ദനങ്ങളുണ്ടാകും, പ്രയാസങ്ങളുടെ കാലം വരുന്നതാണ്. അദ്ദേഹം വ്യക്തമാക്കിയൊരു കാര്യം, എന്റെ മാർഗം പുഷ്പങ്ങൾ വിരിച്ച രാജവീഥിയല്ല, മറിച്ച് മുള്ളുകൾ വിരിച്ച മാർഗങ്ങളാണ്. ആരെയും അദ്ദേഹം വഞ്ചിച്ചിട്ടില്ല. അഹ്മദിയത്തിൽ പ്രവേശിക്കുന്ന ഓരോരുത്തരും തന്നെ വരുന്നത് പ്രയാസങ്ങൾ സഹിക്കേണ്ടതായി വരും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. ഞാൻ ചിലപ്പോൾ നവാഗതരോട് അവർക്ക് അഹ്മദിയത്തിന്റെ മാർഗം പുഷ്പങ്ങൾ വിരിച്ച രാജവീഥികളല്ല എന്ന്
അറിയുമോ എന്നറിയാൻ ഇക്കാര്യം നവാഗതരോട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം UK-യിലെ നവാഗതരുമായി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയുണ്ടായി. ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചത് ഇതാണ്, കാരണം ആ വ്യക്തി പാകിസ്ഥാൻകാരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ബയ്യത്ത് ചെയ്തത്. ഏതു തരം പ്രയാസവും സഹിക്കാൻ തയ്യാറാണ്. ചില സ്ത്രീകൾ തങ്ങളുടെ വീടും നാടുമെല്ലാം ഉപേക്ഷിച്ചു, പക്ഷേ വിശ്വാസത്തെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. ഇതെല്ലാം ചെയ്യുന്നത് ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതിന്റെ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ജീവിതവും മരണവും അള്ളാഹുവിന്റെ കരങ്ങളിലാണെന്ന കാര്യം അവർ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിന് വേണ്ടി സ്ഥിരചിത്തത കാണിക്കുന്നവർ സൗഭാഗ്യവാന്മാരാണ്. അള്ളാഹു അവരെ ഇരുലോകത്തിന്റെയും അനന്തരാവകാശികളാക്കി മാറ്റുന്നതാണ്. ഇത് വെറും വാക്കുകളല്ല. അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും രീതിയിൽ ഈ സംഭവങ്ങൾ കാണാവുന്നതാണ്. ഈ ത്യാഗത്തിന്റെ മാതൃകകൾ സമർപ്പിക്കപ്പെടുമ്പോൾ അതുകണ്ട് അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആരംഭത്തിൽ തന്നെ നമ്മോട് പറഞ്ഞത് ഇതെല്ലാം ഉണ്ടാകുന്നതാണ് എന്നാണ്. എന്നാൽ എല്ലാം കണ്ടതിനും അതിലൂടെ കടന്നു പോകുകയും ചെയ്താലും നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും വരുത്താതെ നിങ്ങൾ സൂക്ഷിക്കണം. എപ്പോഴും ഓർക്കുക, ഈ ഇസ്തിഖാമത്താണ് അള്ളാഹു നിങ്ങൾക്ക് ഇരുലോകത്തും പാരിതോഷികങ്ങൾ നൽകുന്നതിന് കാരണമാക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും അള്ളാഹു പറയുന്നുണ്ട്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തുകളിലും അത് തന്നെ പറയുന്നത്. അതിന്റെ തർജ്ജമ നിങ്ങൾ കേൾക്കുകയുണ്ടായി. ഇതിലും ഈ വിഷയമാണ് പറയുന്നത്. അതിനാൽ ജീവിതവും മരണവും എല്ലാവരുടെയും കൂടെ ഉള്ളതാണ്. അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ജീവിതവും മരണവും അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചാണ് നടക്കുന്നത്. ശത്രുക്കൾ നമ്മെ മരണത്തെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തിയേക്കാം. അത് നമുക്ക് പ്രശ്നമേയില്ല. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വന്നാൽ ഇതെല്ലാം പാരിതോഷികങ്ങൾ നൽകുന്നതിനുള്ള സുവാർത്തകളായിരിക്കും നൽകുക. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ പല സംഭവങ്ങളും കാണാവുന്നതാണ്. ഹദ്രത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുകയാണ്. ഒരു സുഹൃത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാനായി പോയപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഖാലിദ് ഇബ്നു വലീദ് കരയാൻ തുടങ്ങി. ഈ സുഹൃത്ത് കരുതിയത് മരണത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ് കരയുന്നത് എന്നാണ്. അദ്ദേഹം ചോദിച്ചു, ഖാലിദ്, താങ്കൾ ശത്രുപാളയത്തിൽ ഇരച്ചുകയറി ആക്രമിക്കുന്ന ധീരനായ വ്യക്തിയായിരുന്നു. താങ്കളുടെ ധീരത കണ്ട് മനുഷ്യൻ അന്തം വിട്ടു പോകാറുണ്ട്. ഇപ്പോൾ താങ്കൾ മരണത്തെ ഓർത്ത് എന്തിനാണ് ഭയക്കുന്നത്? ഹദ്രത്ത് ഖാലിദ് പറഞ്ഞു, എന്റെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തിൽ നിന്ന് വസ്ത്രം മാറ്റുക. വസ്ത്രം മാറ്റിയപ്പോൾ ശരീരമാസകല മുറിപ്പാടുകളാണ് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, എന്റെ കാലുകളിൽ നിന്ന് വസ്ത്രം മാറ്റുക. അവിടെയും മുറിപ്പാടുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഹദ്രത്ത് ഖാലിദ് പറയുകയുണ്ടായി റളിയല്ലാഹു അൻഹു, മരണത്തെ ഭയന്നല്ല ഞാൻ കരയുന്നത്, മറിച്ച് ഞാൻ കരയുന്നതിന് മറ്റൊരു കാരണമുണ്ട്. ഞാൻ ഷഹാദത്ത് വരിക്കുമെന്നാണ് കരുതിയിരുന്നത്. ഈ മുറിപ്പാടുകൾ അതിനുള്ള അടയാളങ്ങളാണ്. എന്നാൽ എനിക്ക് ഷഹാദത്ത് വരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴിത് ഞാൻ ഈ കിടക്കയിൽ കിടന്നാണ് മരിക്കുന്നത്. ഷഹാദത്തിന്റെ മരണം വരാത്തത് എന്റെ വല്ല ദുഷ്പ്രവൃത്തിയുടെയും ഫലമാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. എനിക്ക് ഷഹാദത്ത് നൽകാത്തതിൽ അള്ളാഹുവിന്റെ വല്ല അനിഷ്ടവുമുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിന്റെ ആത്മാവ് മനസ്സിലാക്കിയവരുടെ അവസ്ഥയാണിത്. ഇത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയാണ്. പക്ഷെ അള്ളാഹു അങ്ങനെയുള്ളവരെ
സ്വർഗത്തിന്റെ വാഗ്ദാനം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. तो ये मुकाम था പറയുന്നതിന്റെ ഉദ്ദേശം ഇതാണ്, ഷഹാദത്തിനുള്ള ആവേശം ഇതായിരുന്നു അവർക്ക്. रूह को समझने वालों का। ത്യാഗത്തിന്റെ ആത്മാവ് മനസ്സിലാക്കിയവരുടെ ഉദാഹരണം ഇക്കാലത്തുമുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഹദ്റത്ത് സാഹിബ്സാദ അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദ് റളിയല്ലാഹു അൻഹുവിനോട് രാജാവ് വീണ്ടും വീണ്ടും ചോദിക്കുകയുണ്ടായി, വധിക്കുന്നതിന് മുമ്പ്, താങ്കൾ അംഗീകരിച്ച ആ വാഗ്ദത്ത മസീഹിനെ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവനെ ഞാൻ രക്ഷപ്പെടുത്താം. हज़रत मसीह मौद अलैहिस्सलाम के ज़माने में हज़रत साहिबजादा अब्दुल लतीफ शहीद ഈ ഒരു അത്യാഗ്രഹമാണ് അദ്ദേഹത്തിന് നൽകിയത്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത്, ഇന്ന് അല്ലാഹു इनकार कर दो, തന്റെ इसको तुमने माना है उसका അനുഗ്രഹങ്ങൾ നൽകുന്ന മരണമാണ് എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ ഭൗതിക നേട്ടത്തിനായി അതിനെ ഞാൻ എന്തിനു നിഷേധിക്കണം? അജ്ഞത നിറഞ്ഞ ചോദ്യമാണ് താങ്കൾ എന്നോട് ചോദിക്കുന്നത്. വളരെ നഷ്ടമായ കച്ചവടമാണ് താങ്കൾ എന്നോട് ചെയ്യുന്നത്. ഇതാണ് വിശ്വാസികളുടെ നിലപാട്. അള്ളാഹു പറയുന്നു, ഈ ആയത്തുകളിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നു, ഫമാ വഹനു ലിമാ അസാബഹും ഫീ സബീലില്ലാഹി വമാ ളഅഫു വമസ്തകാനു വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. बस यही मोमिन की शान है। അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് ഏൽക്കേണ്ടി വന്ന പ്രയാസം കാരണം അവർ ബലഹീനരായില്ല, അവർ ക്ഷീണിച്ചില്ല, लिमा असाबहुम फी सबीलिल्लाह ശത്രുക്കളുടെ മുമ്പാകെ കുമ്പിടുകയും ചെയ്തില്ല. वमस्तकानु वल्लाहु युहिब्बुस साबिरीन। അള്ളാഹു ക്ഷമ കൈക്കൊള്ളുന്നവരെ സ്നേഹിക്കുന്നു. ഇന്നും നമ്മുടെ എതിരാളികൾക്കുള്ള വിഷയം ഇവർ എന്തുകൊണ്ട് ക്ഷീണിക്കുന്നില്ല എന്നാണ്. ഞങ്ങൾ അടിക്കടി മർദ്ദനങ്ങൾ അയച്ചുവിട്ടിട്ടും നമ്മുടെ മുമ്പാകെ മുട്ടുമടക്കാത്തതെന്തേ? എന്നാൽ ഇവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, യഥാർത്ഥ അഹമ്മദി എപ്പോഴും അള്ളാഹുവിലേക്കാണ് കണ്ണു നട്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി कि ये क्यों कमजोरी नहीं दिखाते, क्यों हमारे जुल्मों पर, എപ്പോഴും അവൻ പരിശ്രമിക്കുന്നതാണ്. लेकिन इनको नहीं അള്ളാഹു തന്റെ പ്രീതി കരസ്ഥമാക്കാനായി ഒരു ദുആയും ഇവിടെ പഠിപ്പിക്കുന്നു. സ്ഥിര ചിത്തതക്കായി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വാസത്തിന്റെ ദൃഢത ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഈ ലോകം നിങ്ങളുടെ വിശ്വാസത്തെ ബലഹീനമാക്കുന്നതിനായി अल्लाह ताला ने ശക്തി ചെലുത്തുന്നതാണ്. हासिल करने के लिए यहाँ एक അതിന്റെ സ്വാധീനത്തിൽ നിങ്ങൾ വരരുത്. कि अपने सुबाते कदम ഞാൻ ഓതിയ ആയത്തിൽ ആ ദുആ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്, റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന വഇസ്റാഫന ഫീ അംരിന വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. तुम्हारे ईमानों को कमजोर करने पर ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നുപോയ അമിതത്വത്തെയും പുറത്തു തരണമേ. कि रब्बना इग्फिर लना ज़ुनूबना व इसराफना फी अमरिना व सब्बित अक़दामना വൈസ്രാഫന ഫി അംരിന, ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വന്ന അമിതത്വത്തെയും हमारे गुनाह बख्श दे, कि हमें हमारे अमाल के में जो हमने ज्यादती की है അള്ളാഹുവെ നീ പുറത്തു തരണമേ. उनसे हमें हमें बख्श दे। ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ, നിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. नुसरत अता फरमा। बस जहां अल्लाह ताला ने हर मामले में खुदा ताला की तरफ झुकने के लिए വൈസ്രാഫന ഫി അംരിന कामयाब എന്നത് दुआओं से നമ്മുടെ പ്രവർത്തനത്തിൽ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ, വല്ല അമിതത്വവും വന്നു പോയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു അത് ഇനി ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണമേ. ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിലേക്ക് കുമ്പിടാനായി അള്ളാഹു നമുക്ക് ദുആ പഠിപ്പിക്കുന്നു. അവിടെ മറ്റൊന്ന് പറഞ്ഞത് വിജയങ്ങൾ ദുആ മുഖേനയാണ് ലഭിക്കുക എന്നതാണ്. അതിനാൽ അള്ളാഹുവിന് മുമ്പാകെ കുമ്പിടുക, അവനോട് ചോദിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന്റെ ഫലമായി ഇരുലോകത്തിന്റെയും അനുഗ്രഹങ്ങൾ മനുഷ്യൻ കരസ്ഥമാക്കുന്നതാണ്. ഇമ്രാനിലെ इसमें രണ്ടാമത്തെ ഭാഗം ഞാൻ ഓതിയത് मजीद मजबूत
അതിൽ പറയുന്നത് ये तसल्ली बख्श अल्फाज बयान फरमाए हैं। വിശ്വാസ ദൃഢീകരണത്തിനായി अल्लाह ताला ने फरमाया है നമ്മെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അള്ളാഹു പറയുന്നു, मुर्दे नहीं बल्कि जिंदा हैं। ഇവർ का मुर्दा होने का इलाज മൃതരല്ല, ये भी ജീവിച്ചിരിക്കുന്നവരാണ്. कि जिसका बदला न लिया जाए। അംവാത്തൻ എന്നതിന് മൃതർ എന്ന അർത്ഥമല്ലാതെ മറ്റർത്ഥങ്ങളുമുണ്ട്. പ്രതികാരം ചെയ്യാത്തവർ. जो मायूस രണ്ടാമത്തെ അർത്ഥം അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ആളില്ലാത്തവർ. മൂന്നാമത്തെ അർത്ഥം ദുഃഖിതർ, നിരാശർ എന്നിവയാണ്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുന്നവർ जो हया के जुमरे में आते हैं, അംവാത്തൻ उनका खून का बदला എന്ന ഗണത്തിൽ പെടാത്തവരാണ്. അവര് ഹയാ ജീവനുള്ളവരുടെ ഗണത്തിൽപ്പെടുന്നതാണ്. ഈ ശുഹദാക്കളുടെ രക്തത്തിന്റെ रहने वाले कमजोर പ്രതികാരം അള്ളാഹു ചെയ്യുന്നതാണ്. ഈ രക്തസാക്ഷികളുടെ ഷഹാദത്ത് കാരണം പിന്നിലുള്ളവർ ബലഹീനരാകുകയില്ല. ഷഹാദത്തിന് തയ്യാറായിട്ടുള്ളവർ എപ്പോഴും खुदा ताला के ഉണ്ടാകും. ऐसा मुकाम മൂന്നാമത്തെ കാര്യം, ഈ रिस्क दिया जाएगा രക്തസാക്ഷികൾ ദൈവസവിധത്തിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുന്നവരും कि मौत അവർക്ക് ദൈവസവിധത്തിൽ ഭക്ഷണം നൽകപ്പെടുകയും ചെയ്യും. അവർ അതിൽ സന്തോഷിക്കും. അവരുടെ മരണത്തിൽ ദുഃഖിക്കുകയില്ല. ഇത് അവർക്ക് സന്തോഷം നൽകുന്ന മരണമായിരിക്കും. खुशखबरी मिलेगी। അടുത്ത ലോകത്ത് कुर्बानी ना എത്തിയാൽ कुर्बानियां करने वालों की ख्वाहिश रखने അവരുടെ ത്യാഗങ്ങൾ കാരണം तादाद पैदा ത്യാഗങ്ങൾ സമർപ്പിക്കുന്ന ആളുകളെ പിന്നിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന दुश्मनों पर आखिरी फतह का बायस बने। സുവാർത്ത അവർക്ക് ലഭിക്കുന്നതാണ്. ये कुर्बानियां ഈ ത്യാഗങ്ങൾ കാരണം ശത്രുക്കളുടെ മേൽ അന്തിമ വിജയം ലഭിക്കുന്നതാണെന്നുമുള്ള സുവാർത്ത അവർക്ക് ലഭിക്കുന്നതാണ്. ഈ ത്യാഗങ്ങൾ, താൽക്കാലികമായ പരീക്ഷണങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ നമ്മുടെ പുരോഗതിയിലേക്കുള്ള പ്രയാണത്തെ ത്വരിതപ്പെടുത്തുന്നതാണ്. അതല്ലാതെ നിരാശയിലേക്ക് തള്ളിവിടുന്നതല്ല. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. ഞങ്ങളുടെ നാഥൻ അള്ളാഹു ആണെന്ന് പറയുകയും എന്നിട്ട് സ്ഥിരചിത്തരായി നിലകൊള്ളുകയും ചെയ്തവരാര് അവരുടെ മേൽ മലക്കൾ ഇറങ്ങും. ആ മലക്കൾ പറയും, നിങ്ങൾ ഭയപ്പെടേണ്ട, വ്യസനിക്കുകയും വേണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗം ലഭിച്ചതിൽ സന്തുഷ്ടരാവുക. हज़रत मसीह अलैहिस्सलाम इस बारे में फरमाते हैं कि वो लोग जिन्होंने कहा कि हमारा रब अल्लाह है, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു, फिर इस्तिकामत നമ്മുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുകയും പൊടി ദൈവങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്ത് സ്ഥിരചിത്തത കാണിക്കുകയും ചെയ്താൽ, വിവിധതരം പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടായാലും സ്ഥിരചിത്തത കാണിക്കുകയും ചെയ്താൽ അവരിൽ മലക്കുകൾ ഇറങ്ങും. നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കുകയും ചെയ്യേണ്ട എന്ന് അവരോട് പറയുന്നതാണ്. സന്തോഷിക്കുക, സന്തോഷത്തിൽ നിറയുക. നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സന്തോഷത്തിന്റെ അവകാശികളായി നിങ്ങൾ മാറുന്നതാണ്. ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നിങ്ങളുടെ കൂട്ടുകാരാണ് ഞങ്ങൾ. ഇവിടെ ഈ വചനങ്ങളിൽ നിന്നും സൂചന നൽകുന്നത് ഇസ്തിഖാമത്ത് മുഖേന ദൈവപ്രീതി ലഭിക്കുന്നതാണ്. ഇസ്തിഖാമത്ത് ഫൗക്കൽ കറാമത്താണ് എന്നത് സത്യം തന്നെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നാനാഭാഗത്തു നിന്നും പ്രയാസങ്ങളും പർവ്വതം തന്നെ വന്നാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവനും സ്വത്തും അഭിമാനവും എല്ലാം അപകടാവസ്ഥയിൽ കാണുകയും സാന്ത്വനപ്പെടുത്താനുള്ള ഒരു വഴിയും കാണുകയും ചെയ്യാതിരിക്കുകയും, ഏതുവരെ എന്നാൽ പരീക്ഷണം എന്ന നിലയിൽ അള്ളാഹു ആശ്വാസം നൽകുന്ന कोई खलल पैदा न करें। കശ്ഫുകളും സ്വപ്നദർശനങ്ങളും ഇൽഹാമുകളും നിർത്തിവെക്കുകയും അതിഭയാനകമായ അവസ്ഥയിലേക്ക് നമ്മെ വിട്ടുകളയുകയും ചെയ്യുമ്പോൾ ആ സമയത്തും ഭീരുത്വം കാണിക്കരുത്. ഭീരുക്കളെപ്പോലെ പിന്നോട്ട് മാറരുത്. ആത്മാർത്ഥതയിലും കൂറിലും ഒരു ന്യൂനവും വരുത്തുകയും അരുത്. സത്യത്തിലും ദൃഢതയിലും ഒരു പോറലും ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്യുക. നിന്യതിൽ സന്തോഷിക്കുക, മരണത്തിൽ തൃപ്തിപ്പെടുക. തിരുചിത്തരതക്കായി ഒരു സുഹൃത്തിനെയും പ്രതീക്ഷിക്കാതിരിക്കുക, അവൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്തിഖാമത്ത്. ഈ ഒരു അവസ്ഥയാണ് നാം ഓരോരുത്തരും കരസ്ഥമാക്കേണ്ടത്. അള്ളാഹുവിന്റെ ഫദ്ലില്ലാതെ ഇത് നേടിയെടുക്കാൻ കഴിയില്ല. മനുഷ്യൻ എല്ലാത്തരം ത്യാഗങ്ങൾക്കുമായി തയ്യാറാകുമ്പോൾ അള്ളാഹു അങ്ങനെയുള്ള മനുഷ്യനെ കൈവിടുകയില്ല. മുമ്പോട്ട് വന്ന് അവനെ വാരി പുണരുന്നതാണ്. അതുകൊണ്ടാണ് സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനം അള്ളാഹു അവർക്ക് നൽകുന്നത്.
इसका मतलब ही ये है അതുകൊണ്ടാണ് സ്ഥിരചിത്തതക്കായുള്ള ദ്വായും അവൻ പഠിപ്പിക്കുന്നത്. ശത്രുക്കൾക്ക് മേൽ വിജയം വരിക്കാനുള്ള ദ്വായും പഠിപ്പിച്ചത്. ഇതിന്റെ എല്ലാം അർത്ഥം അള്ളാഹു ഈ ദ്വാകൾ സ്വീകരിച്ചുകൊണ്ട് വിജയത്തിന്റെ കവാടം തുറക്കുന്നതാണ്. ശത്രുക്കൾക്ക് ആ സമയം ഓടി ഒളിക്കാനുള്ള ഒരു അവസ്ഥയും ഒരു സ്ഥലവും ഉണ്ടാകുന്നതല്ല. ഇൻഷാ അള്ളാഹു വാഗ്ദത്ത മസീഹിനോട് ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാകുക തന്നെ ചെയ്യും. അവസാന വിജയം നമ്മളോട് തന്നെ ആയിരിക്കും ഇൻഷാ അള്ളാഹ്. और अल्लाह ताला की तरफ से ഈ ത്യാഗത്തിന്റെ കഥകൾ രചിക്കുന്നവരിൽ आज फिर हमारे एक भाई शामिल हुए हैं जो मुकर्रम അള്ളാഹുവിൽ നിന്നും സ്വർഗത്തിന്റെ സുവാർത്ത ലഭിക്കുന്നവരിൽ വീണ്ടും നമ്മുടെ ഒരു സഹോദരൻ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. മുക്കറം ഖലീൽ അഹമ്മദ് സാഹിബ് ആണ്. ഫത്ത മുഹമ്മദ് സാഹിബിന്റെ മകനാണ്. വായിവാൾ ജില്ല ഷേഖപ്പൂര നിവാസിയാണ്. മെയ് 16, 2014 അദ്ദേഹം ഷഹീദാക്കപ്പെടുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവം ഇപ്രകാരമാണ് വിവരിക്കപ്പെടുന്നത്. മെയ് 13, 2014 എതിരാളികൾ ജമാഅത്തിനെതിരെയുള്ള സ്റ്റിക്കർ ഗ്രാമങ്ങളിൽ ഒട്ടിച്ചിരുന്നു. അത് പറച്ചു കളയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നം ആളുകൾക്കിടയിൽ ഉണ്ടായി. അതായത് സംസാരം നടന്നു. ഈ ഒരു കാര്യമെടുത്ത് ഷേഖപ്പൂരയിൽ ജമാഅത്തിനെതിരിൽ അവർ പ്രകടനം നടത്തി. ലൗഡ് സ്പീക്കറിലൂടെ ജമാഅത്തിനെതിരിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി. ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് ഇവർക്കെതിരിൽ കേസെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസ് 4 അഹമ്മദികൾക്കെതിരിൽ കേസെടുത്തു. മുബഷിർ അഹമ്മദ് സാഹിബ്, ഗുലാം അഹമ്മദ് സാഹിബ്, ഖലീൽ അഹമ്മദ് സാഹിബ്, ഇസാൻ അഹമ്മദ് സാഹിബ് ഇവർക്കെതിരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. FIR ഉണ്ടാക്കി. ഖലീൽ അഹമ്മദ് സാഹിബിനെയും മറ്റു കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്തു, ലോക്കപ്പിൽ ഇടുകയും ചെയ്തു. കേസ് രേഖപ്പെടുത്തിയതിനു ശേഷം FIR-ൽ പേരുള്ള മറ്റു ആളുകളെ ജാമ്യത്തിലിറക്കുകയുണ്ടായി. ഖലീൽ സാഹിബിന്റെ ജാമ്യത്തിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 16 മെയ് 2014 വെള്ളിയാഴ്ച 12:15 ഉച്ചക്ക് സലീം എന്നു പേരുള്ള ഒരു യുവാവ് വന്നു. അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ ഭക്ഷണം നൽകാനാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ലോക്കപ്പിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഖലീൽ സാഹിബ് ആരാണ്? അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ പിസ്റ്റൾ എടുത്ത് ഖലീൽ സാഹിബിന്റെ മുഖത്തേക്ക് വെടിവെച്ചു. വളരെ ഗുരുതരമായി പരിക്ക് പറ്റി. മറ്റു അഹമ്മദി തടവുകാരെയും വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും പിസ്റ്റൾ വർക്ക് ചെയ്തില്ല. പോലീസ് സലീമിനെ അറസ്റ്റ് ചെയ്തു. ഖലീൽ സാഹിബിനെ ലോക്കപ്പിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. അപ്പോഴേക്കും ഷഹീദായി കഴിഞ്ഞിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം നടക്കുന്നത് സർക്കാർ ഓഫീസർമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കൺമുമ്പിലാണ്. ഈ യുവാവിനെ അഹമ്മദിയത്തിന്റെ ശത്രുക്കൾ, അതായത് മുല്ലാവർഗം അന്ധനാക്കി കഴിഞ്ഞിരുന്നു. അയാൾ പറഞ്ഞത് എനിക്ക് സ്വർഗം കിട്ടിയെന്നാണ്. ഇതാണ് ഇന്നുള്ള മുല്ലാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപനങ്ങൾ. അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും പറയുന്നത് കലിമ ചൊല്ലുന്നവരെ കൊല്ലുന്നത് നരകാവകാശിയാക്കുമെന്നാണ്. എന്നാൽ ഇവർ സ്വർഗത്തിന്റെ വാഗ്ദാനമാണ് നൽകുന്നത്. മൊയ്വാൽ ജില്ല ഷെയ്ഖപ്പുരയാണ് ഷഹീദിന്റെ കുടുംബം. അഹമ്മദിയത്ത് ഇവരുടെ കുടുംബത്തിൽ വന്നത് ഇദ്ദേഹത്തിന്റെ പിതാവ് ഫത്തഹ് മുഹമ്മദ് സാഹിബ് മുഖേനയാണ്. സർദാർ മുഹമ്മദ് സാഹിബ്, ചൌധരി ഉമറുദ്ദീൻ സാഹിബ് എന്നീ സഹോദരന്മാരോടൊപ്പം 1918 ഖിലാഫത്തെ സാനിയയിൽ ഇവർ ബൈഅത്ത് ചെയ്തു. ഷഹീദ് ജന്മന അഹമ്മദിയാണ്. ഷഹാദത്ത് വരിക്കുമ്പോൾ 61 വയസ്സാണ്. മെട്രിക് വരെ പഠിച്ചിട്ടുണ്ട്. ടൗണിൽ ജോലി ചെയ്തിരുന്നു. ഷഹാദത്തിന് 1.5 മാസം മുമ്പാണ് റിട്ടയർഡ് ചെയ്തത്. ഖലീൽ സാഹിബ് ഷഹീദ് മർഹൂം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളും 5 നേര നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളും തിലാവത്ത് കൃത്യമായി ചെയ്യുന്ന ആളുമായിരുന്നു. ഖിലാഫത്തുമായി നല്ല ബന്ധമായിരുന്നു. ഖുതുബുകളും മറ്റു പ്രോഗ്രാമുകളും കൃത്യമായി കാണുമായിരുന്നു. കുട്ടികളെ അത് കാണാനായി പ്രേരിപ്പിച്ചിരുന്നു.
വഖഫെ ജിന്ദഗികളുമായി വളരെ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. അവരെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അതിഥി സൽക്കാരം അദ്ദേഹത്തിന്റെ പ്രത്യേക ഗുണമായിരുന്നു. കേന്ദ്ര പ്രതിനിധികൾ വന്നാൽ അവരെ സൽക്കരിക്കുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു. വിശ്വസ്തനും മുഖ്ലിസുമായ അഹമ്മദിയായിരുന്നു. ഖിദമത്തെ ഖൽക്ക് പ്രവർത്തനത്തിൽ അഭംഗുരം ചെയ്ത് ഒഴുകിയിരുന്നു. ദരിദ്രരും ആരോരും ഇല്ലാത്തവരെയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സെക്രട്ടറിമാർ, സെക്രട്ടറി ദേവത്തയിലുള്ള സയീം അൻസാറുള്ള എന്നീ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികളും ഭാര്യയും 2 ആൺകുട്ടികളുമാണുള്ളത്. ഒരാൺകുട്ടി ജർമ്മനിയിലാണ്, ലയ്യഖ് അഹമ്മദ് സാഹിബ്. ഇസാൻ അഹമ്മദ് ഖായിദ് ഖുദ്ദാമുൽ അഹമ്മദിയ സ്വന്തം നാട്ടിൽ തന്നെ. മുഅല്ലിം സാഹിബ് എഴുതുന്നു, ദുആ ചെയ്യുന്ന ആളായിരുന്നു. വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഫർളും സുന്നത്തും കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സുന്നത്തും നഫലും കുറെ നീണ്ടു നിൽക്കും. ജുമുഅ നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് നമസ്കാരം അനുഷ്ഠിക്കുന്നതാണ്. ഇത് കൂടാതെ ജനാസ ഹാളിറുണ്ട്. മൗലവി ഇസാൻ ഇലായി സാഹിബ് ആണ് റിട്ടയർഡ് മുഅല്ലിം വഖഫ് ജദീദ്. ലണ്ടനിലാണ് താമസിച്ചിരുന്നത്. 17 മെയ്ന് 83 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബി റഹ്മത്ത് അലി സാഹിബിന്റെ മകനാണ് ഇദ്ദേഹം. റഹ്മത്ത് അലി സാഹിബിനെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ബേഷ്തി മക്ബറയുടെ തോട്ടങ്ങളെ നോക്കി നടത്തുന്ന ആളാക്കി നിശ്ചയിച്ചിരുന്നു. ഇസാൻ ഇലായി സാഹിബ് 1949 വഖഫ് ചെയ്തു. 1957 മുതൽ വഖഫെ ജദീദിൽ മുഅല്ലിമായി തുടങ്ങി. 1999 ഒക്ടോബർ വരെ ഇത് തുടർന്നുകൊണ്ടിരുന്നു. ആ വർഷം റിട്ടയർമെന്റ് ആയി കുട്ടികളോടൊപ്പം ലണ്ടനിൽ താമസിക്കാൻ തുടങ്ങി. സിന്ധിൽ ഇദ്ദേഹത്തെ നിയമിച്ചിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പുതിയ ജമാഅത്തുകൾ സ്ഥാപിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മർഹൂം മൂസിയായിരുന്നു. ഇദ്ദേഹത്തിന് 3 ആൺമക്കളും 4 പെൺമക്കളുമാണുള്ളത്. മഹ്മൂദ് അഹമ്മദ് സാഹിബ് ഷംസ് മുറബി സിൽസിലയാണ് മകൻ. നാസരീൻ ഭട്ട് സാഹിബയുടേതാണ് അടുത്ത ജനാസ ഹാളിർ. 18 മെയ് 48 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് മുഖേന വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നല്ല ദൈവഭക്തിയുള്ള സ്ത്രീയായിരുന്നു. ജമാഅത്തിന്റെ സജീവ പ്രവർത്തകരായിരുന്നു. ചന്തകളെല്ലാം കൃത്യമായി കൊടുത്തിരുന്നു. 4.5 വർഷം മുമ്പ് ഭർത്താവ് പെട്ടെന്ന് മരിച്ചപ്പോൾ തന്റെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയുണ്ടായി. ജമാഅത്തിന്റെ നിസാമുമായി ഖിലാഫത്തുമായി അവരെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഖിലാഫത്തിനോട് ആത്മാർത്ഥ സ്നേഹമായിരുന്നു. 4 ആൺമക്കളാണ് അവർക്കുള്ളത്. അള്ളാഹു അവരെ സംരക്ഷിക്കുമാറാകട്ടെ. മാതാപിതാക്കളുടെ എല്ലാ നല്ല ദുആകളുടെയും അനന്തരാവകാശികളേക്ക് മാറ്റട്ടെ. ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിർത്തട്ടെ. ഈ 3 ജനാസകളും നമ്മൾ നമസ്കരിക്കുന്നതാണ്. അള്ളാഹു ഇവർക്ക് മഗ്ഫിറത്ത് നൽകും. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر
تذكرون اذكروا الله يذكركم وادعوه يستجب لكم